അല്ല വട്ടനാട് സ്കൂള് LP സ്കൂള് ആ പഴയ സ്ഥലത്ത് തന്നെ എത്ര റൂം ആയിരുന്നപ്പോ? രണ്ട് സ്കൂള് അല്ല, ഒന്ന് പടിഞ്ഞാറ് സൈഡിലും ഒന്ന് വടക്കേ സൈഡിലും. അല്ല അപ്പൊ നമ്മുടെ ഇപ്പൊ ഹൈസ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലല്ലേ? ഹൈസ്കൂളൊക്കെ താഴത്തല്ലേ? അല്ല അന്ന് ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇല്ല, അന്നപ്പോ ആ സ്ഥലത്ത് അന്ന് അവിടെ പറമ്പ് വെറുതെ വെള്ളേശ്വരൻ മന്ത്രിയായില്ലേ? ആ വെള്ളേശ്വരൻ വെള്ളേശ്വരൻ മന്ത്രിയായ കാലത്താണ് ഹൈസ്കൂൾ വന്നത്. ശങ്കരക്കുറുപ്പും സാരോടിയും കൂടിയിട്ടാണ് ആ സ്ഥലം കൊടുത്തത്. നമ്മുടെ ഈ സാരോടി സ്ഥലം ശങ്കരക്കുറുപ്പും എത്ര കൊല്ലം മുന്നേ ഏകദേശം? കൊല്ലം ചോദിച്ചൊക്കെ പറയാറില്ല. 50 കൊല്ലം 50 കൊല്ലം അതൊക്കെ പിന്നെ പഴയ സ്കൂളിലാക്കിയത്. അന്ന് 5, 6, 7 അല്ല ഈ LP സ്കൂള് 2 ക്ലാസ് റൂമിൽ വെച്ചാല് 4 വരെ എങ്ങനെ നടന്നേന്ന്? അവിടെ ഒരു കുഞ്ചിര മാഷ് പറഞ്ഞൊരു മാഷ്, ബാറു മാഷും 2 മാഷന്മാരുണ്ടാവും. 4 വരെ പഠിപ്പിക്കാനാണ്. 2 റൂമിൽ ഇരുത്തിട്ട് 2 റൂം പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. കുട്ടികളൊന്നും ഉണ്ടാവില്ലെന്ന്. അന്ന് കുട്ടികളൊക്കെ വളരെ കുറവല്ലേ ഉള്ളൂ. അന്ന് പഠിക്കണം എന്തേലും ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തേലും പോയിട്ട് ഇന്നിപ്പോ ഏകദേശം അതുപോലെ അയക്കണേ. കുട്ടികളെ എപ്പോഴേലൊക്കെ സൗകര്യത്തിനനുസരിച്ച് വരിക, ചിലപ്പോ ആട്ടി തൊളിച്ചു കൊണ്ടുവരേണ്ടി വരും. ആ ഒരു അവസ്ഥ തന്നെ ഇപ്പൊ. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പണിക്ക് പോണൊരു പണിക്ക് പോവും. കുട്ടികളൊക്കെ വളരെ കുട്ടികളെല്ലാം ആളെന്നെ കുറവല്ലേ, ആളിന്റെ വലിയ കുട്ടികളുണ്ടാവുള്ളൂ. അന്ന് നിങ്ങള് പഠിക്കുന്ന കാലത്ത് പഠിച്ച് വന്നിട്ട് നിലയിലെത്തിയ ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഇന്നുണ്ടാവും? അന്ന് പഠിച്ചു നിങ്ങൾ വഴിക്ക് വെച്ച് നിർത്തി പോന്ന്. അതല്ല നിർത്താതെ, അതെ ആ നിർത്താതെ പഠിച്ചിട്ട് വലിയ നിലയിലെത്തിയ ആരെങ്കിലും ഉണ്ടപ്പോ? അല്ല ഇല്ല നിങ്ങളുടെ പ്രായത്തില് നേരായ അന്നത്തെ കാലത്ത് 4 ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാല് വലിയ പഠിപ്പാണ്. 10ാം ക്ലാസ് പഠിച്ച പോലെ അല്ലേ അന്നത്തെ കാലത്ത്? അന്ന് മങ്ങാട്ടോരാണ് സ്കൂള്. ഇത് ഇളവാതിക്കുള്ള മങ്ങാട ഈ ചെറിയ സ്കൂള്. അതിലത്തെ നാളികേരൊക്കെ വലട്ടുണ്ട്. ഇന്ന് സ്കൂൾ നാളികേരൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, അത് മങ്ങാട്ടാർ സ്ഥലത്താണ്. അവിടെ കണ്ടമാർ അന്ന് കണ്ട തെങ്ങ് തെങ്ങിന്റെ പറമ്പിലൊക്കെ നല്ല തെങ്ങിന്റെ പറഞ്ഞു. പഠിക്കുമ്പോ മൂത്രപ്പരൊന്നും ഇല്ല, മൂത്ര വെച്ചിരുന്ന അവിടെ ഇതിന്റെ അവിടെ പോയിട്ട് തെങ്ങിനടക്കല്ലോ അവിടെ ഇതിന്റെ അവിടെ കേക്കേത് മറ്റേ അവറാൻക്കടുത്ത വീടാണ്. ഇപ്പോഴും അവിടെ തന്നെ കരിപ്പീരുടെ പുറത്തുള്ള വീടല്ലേ? കരിപ്പേടെ ഒക്കെ നിക്കുന്ന സ്ഥലം. അന്ന് സ്കൂൾ ഉച്ചഭക്ഷണോ അവിടെ ഉച്ചഭക്ഷണം ഒന്നുമില്ല. രാവിലെ വൈകുന്നേരം വരെ 4 മണി വരെ ഇരിക്കുക. അപ്പൊ തിന്നാൻ ഉച്ചക്ക് തിന്നാൻ വേണമെങ്കിൽ കുട്ടികൾക്ക് തിന്നാൻ കായുണ്ടെങ്കിൽ അന്ന് പറഞ്ഞാല് അന്ന് ഉപ്പുമാവൊന്നുമില്ല, ഒന്നുമില്ല. പിന്നീടാണ് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിട്ട് ഉച്ചക്ക് ഭക്ഷണം, രാവിലെ ചായയും. അല്ല അതൊക്കെ നെയ്ച്ചോറും ബീഫും അതെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടല്ലേ? അല്ലെന്ന് സ്കൂളിൽ ഇടക്കിടക്ക് നെയ്ച്ചോറുണ്ടാവും. ബീഫ് ഉണ്ടാവില്ല. പറഞ്ഞു വരുമ്പോ അങ്ങോട്ട് കൂട്ടി പറയല്ലേ? സ്കൂളാരാ പഠിക്കണേ? ചിക്കൻ കറിയൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതല്ലേ പറഞ്ഞു ചെറിയ സ്കൂളുണ്ട്. ബീഫും ചിക്കൻ കറിയും 2 ഇറച്ചിക്കറി ആയിക്കോട്ടെ അതെന്താവാറുണ്ട്. ഏതൊരു കുട്ടി പറഞ്ഞല്ലോ എന്നും വെറുംചോറും കഞ്ഞി പറ്റൂല. ആ കാലത്ത് ഇവിടുന്ന് സ്കൂളിൽ പോയിരുന്ന ആരെങ്കിലും നിങ്ങൾ അന്ന് പോയ സമയത്ത് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയവരാരെങ്കിലും മാത്രം ഉണ്ടായിരുന്നുള്ളൂ നോക്കണത്? അല്ല, ഇവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഏതാന്ന് ഇപ്പൊ ചോദിച്ചാൽ അത്ര പറയാറില്ല. കൊറേ ആൾക്കാരൊന്നും ഇല്ലാതായിക്കണേ. നിങ്ങളെ കൂടെ ഇവിടുന്ന് ആരൊക്കെ പോയിരുന്ന? മൂപ്പര് 3 ദിവസം പോയിട്ടുള്ളൂ. ഞാനാകെ 3 ദിവസം പോയിട്ടുള്ളൂ. 3 ദിവസമേ പോയിട്ടുള്ളൂ. അപ്പത്തിനെല്ലാം സംഭവിച്ചു. ആ പോയ 3 ദിവസം നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും